ഈ വീഡിയോയിൽ നമ്മൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. SLC എക്സാമിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ പോയിന്റും നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം. ഇതിൽ ഫിഗർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. അതിനോടനുബന്ധിച്ച് കിടക്കുന്ന കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ മോഡലൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് മാക്സിമം കാണാൻ പഠിക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ്. ഇതിൽ മെയിനായിട്ടുള്ള ടേം എന്തൊക്കെയാണ്? പെർമനൻറ്റ് മാഗ്നറ്റ്, വോയിസ് കോയിൽ, പേപ്പർ കോൺ അഥവാ ഡയഫ്രം. രണ്ടും മൂന്ന് തന്നെയാണ്. ഡയഫ്രത്തിൻ്റെ വേറൊരു പേരാണ് പേപ്പർ കോൺ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഫ്രം ആംപ്ലിഫയർ. ഇവിടെ മെയിനായിട്ടുള്ള വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോഫോൺ അഥവാ മൈക്ക് എന്നൊക്കെ നമ്മൾ പറയും. അതായത് നമ്മുടെ സൗണ്ട് മറ്റുള്ളവർക്ക്, ബാക്കിലിരിക്കുന്നവർക്ക് കൂടി നന്നായി കേൾക്കാൻ വേണ്ടിയിട്ട് വലിയൊരു ക്രൗഡിൻ്റെ മുമ്പിലൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് മൈക്രോഫോൺ അഥവാ മൈക്ക്. ഈ മൈക്രോഫോൺ അഥവാ മൈക്കിൽ എനർജി കൺവേർഷൻ എങ്ങനെയാണ്? നമ്മളത് പിടിച്ച് പറയുമ്പോൾ നമ്മുടെ സൗണ്ട് എന്ന് പറഞ്ഞത് സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് അവിടെ കൺവേർട്ട് ആവുന്നത്. ഇത് മെയിനായിട്ടുള്ളൊരു പോയിൻ്റാണ്. മൈക്രോഫോണിലൊക്കെ സൗണ്ട് എനർജി എന്ത് എനർജി ആയിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഈ ഇലക്ട്രിക് സിഗ്നൽസ് ആണ് ഇവിടെ വരുന്നത്. ഈ ഇലക്ട്രിക് സിഗ്നൽസ് ആംപ്ലിഫയർ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യണം. ആ സ്ട്രെങ്തൻ ചെയ്യുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ കടത്തിവിടുന്നത് വോയിസ് കോയിലേക്കാണ്. ഈ വോയിസ് കോയിൽ എന്ന് പറഞ്ഞ സാധനം ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. വോയിസ് കോയിൽ എവിടെ ഇരിക്കുന്നു? ഒരു പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിലായിരിക്കും. ഈ ഇലക്ട്രിക് സിഗ്നൽസിനനുസരിച്ച് വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ടു ആൻഡ് ഫ്രോ മോഷനാണ് അവിടെ വരുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രിക് സിഗ്നൽസിൻ്റെ അടിസ്ഥാനത്തിൽ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ഈ വൈബ്രേറ്റ് ചെയ്യുന്ന വോയിസ് കോയിൽ അടുത്ത ഭാഗത്തെ, അതായത് പേപ്പർ കോൺ അഥവാ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. ഇവിടെ വൈബ്രേഷൻ നടന്നാൽ ഇതിൻ്റെ എഫക്റ്റ് കൊണ്ട് ഇതും വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, മൈക്രോഫോണിൽ സൗണ്ട് എനർജീനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ള എനർജി കൺവേർഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആക്കുന്നു. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. മൈക്രോഫോണിൽ സൗണ്ട് എനർജി, നമ്മൾ മൈക്രോഫോൺ വെച്ച് പറയുമ്പോൾ സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അതൊന്ന് ആലോചിച്ചാൽ കിട്ടും. എന്നാൽ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക്കൽ എനർജിയാണ് സൗണ്ട് എനർജി ആയിട്ട് മാറുന്നത്. ഇത് ഈ പോയിന്റൊക്കെ നന്നായി പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയാണ്, വാട്ട് ഹാപ്പൻസ് ടു ദ എയർ കോളം അറൗണ്ട് ദ ഡയഫ്രം വിച്ച് ഈസ് കണക്റ്റഡ് ടു ദ വോയിസ് കോയിൽ വെൻ കോയിൽ വൈബ്രേറ്റ്. ഈ ഡയഫ്രം അഥവാ പേപ്പർ കോൺ എന്ന് പറയുന്നത് വോയിസ് കോയിലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടാണ്. അപ്പോൾ ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഈ പേപ്പർ കോൺ അഥവാ ഡയഫ്രത്തിന് ചുറ്റും എയേഴ്സ് ഉണ്ടായിരിക്കും. ആ എയർ കോളം വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോൾ എന്തുണ്ടാവും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇതിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന പാർട്ടാണ് ഡയഫ്രം. അപ്പോൾ അതും വൈബ്രേറ്റ് ചെയ്യും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാണ്, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ? മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് എൻ ഇൻസ്ട്രുമെൻറ്റ് വർക്ക് ഓൺ ദ ബേസിസ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. അതായത് മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന വേറൊരു ഡിവൈസ് ഏതാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ഓൾറെഡി മോട്ടോർ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. വേറൊരു ഡിവൈസിൻ്റെ പേര് പറഞ്ഞേ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്ത് വേണമെങ്കിൽ എഴുതാം? ഇലക്ട്രിക് മോട്ടോറും ഈ മോട്ടോർ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, വിൽ ദർ ബി എനി വൈബ്രേഷൻ ഇഫ് ദ കറണ്ട് ദാറ്റ് റീച്ചസ് ദ വോയിസ് കോയിൽ ഈസ് നോട്ട് ആൻ ഓൾട്ടർനേറ്റീവ് കറണ്ട്. ഇവിടെ വോയിസ് കോയിലെത്തുന്ന ഈ ഇലക്ട്രിക് സിഗ്നൽസ് അഥവാ കറണ്ട് എന്ന് പറഞ്ഞത് എപ്പോഴും ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും. ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇത് ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ലെങ്കിൽ ഈ വോയിസ് കോയിലിൻ്റെ എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ടാവില്ല. അതായത് ഓൾട്ടർനേറ്റീവ് കറണ്ട് കൊടുത്താൽ മാത്രമേ ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഫ്ലക്സിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് ചെയ്യുമ്പോഴാണ് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ലെങ്കിൽ ഇവിടെ വോയിസ് കോയിലിന് വൈബ്രേഷൻ ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. അപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് സിഗ്നൽസ് അഥവാ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയിരിക്കും.
അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദിസ് ഫിഗർ റെപ്രസെന്റ്? ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഫിഗർ തന്നിട്ട് എന്താണ് ഈ ഫിഗർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഈ ഫിഗർ റെപ്രസെന്റ് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനെയാണ്. മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ എനർജി ചേഞ്ച് ഇൻ ദിസ് ഡിവൈസ്? ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ള എനർജി ചേഞ്ച് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ട് ഇൻ ടു സൗണ്ട് എനർജി. ഇലക്ട്രിക്കൽ എനർജീനെയാണ് ഇവിടെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ 3 volt 50 Hz AC ഈസ് ഗിവൺ ടു ദ വോയിസ് കോയിൽ ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇവിടെ 3 volt 50 Hz ഓൾട്ടർനേറ്റീവ് കറണ്ട് ആണ് നമ്മൾ കൊടുക്കുന്നത്. എവിടേക്ക്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ വോയിസ് കോയിലേക്ക്. ഇതിന് പകരം നമ്മൾ 3 volt DC ഡയറക്റ്റ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഏത് കണക്ഷൻ ആയിരിക്കും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യിക്കുക? നമ്മൾ നേരത്തെ പഠിച്ചു, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൻ്റെ കാര്യത്തിൽ വോയിസ് കോയിലിലേക്ക് എപ്പോഴും ഏത് കറണ്ട് കൊടുക്കുന്നത്? ഓൾട്ടർനേറ്റീവ് കറണ്ട് കൊടുത്താലേ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുള്ളൂ. ഓൾട്ടർനേറ്റീവ് കറണ്ട് കൊടുത്താലേ കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുള്ളൂ, ഫ്ലക്സ് ചേഞ്ച് ചെയ്യുള്ളൂ, അതുപോലെ തന്നെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ സമയം ഡയറക്റ്റ് കറണ്ട് കൊടുത്താൽ ഇതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ എപ്പോഴും 3 volt 50 Hz AC തന്നെയായിരിക്കും കൊടുക്കേണ്ടത്. അതായത് ഓൾട്ടർനേറ്റീവ് കറണ്ട് തന്നെയായിരിക്കും അവിടെ കൊടുക്കേണ്ടത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, വാട്ട് അറേഞ്ച്മെൻറ്റ് ഈസ് ഗിവൺ ഇൻ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ വോയിസ് കോയിൽ വൈബ്രേറ്റ്? ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിലുള്ള വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് അറേഞ്ച്മെൻ്റ് ആണ് നമ്മൾ ഈ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിൽ കൊടുത്തേക്കുന്നത്? നമുക്കറിയാം, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന, ഇതാണ് വോയിസ് കോയിൽ. ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ച് കിടക്കുന്ന ഈ സാധനം എന്താണ്? ഡയഫ്രം അഥവാ പേപ്പർ കോൺ എന്നറിയപ്പെടുന്ന ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. അങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, റീ അറേഞ്ച് ഇൻ ഓർഡർ. കറക്റ്റ് ഓർഡറിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. വോയിസ് കോയിലിന്, ആംപ്ലിഫയറിന്, ഇലക്ട്രിക്കൽ സിഗ്നൽസിന്. നമ്മൾ ആദ്യം എന്ത് എഴുതും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആണ് ഫസ്റ്റുള്ള ഓർഡറിൽ ഫസ്റ്റ് വരുന്നത്. എന്താണ്? ഇലക്ട്രിക്കൽ സിഗ്നൽസ്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് നമ്മൾ എന്ത് വെച്ചാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്? ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ടാണ് സ്ട്രെങ്തൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് ആംപ്ലിഫയർ. എന്നിട്ട് സ്ട്രെങ്തൻ ചെയ്തിട്ടാണ് ഈ സംഭവം വോയിസ് കോയിലിലേക്ക് എത്തുന്നത്. മൂന്നാമത് വരുന്നത് വോയിസ് കോയിൽ. ആദ്യം ഇലക്ട്രിക്കൽ സിഗ്നൽസ്, പിന്നെ ആംപ്ലിഫയർ, പിന്നെ വോയിസ് കോയിൽ. അത് കഴിഞ്ഞ് ഡയഫ്രം അല്ലെങ്കിൽ പേപ്പർ കോൺ. ഡയഫ്രം അല്ലെങ്കിൽ പേപ്പർ കോൺ ഏതെങ്കിലും ഒന്നേ തരുള്ളൂ. അപ്പം നമ്മൾ ഡയഫ്രം പേപ്പർ കോണും ഒന്നാണെന്ന് പഠിച്ചിരിക്കണം. ഒരെണ്ണൂടിയും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് നോക്കി. ഒന്ന്, പേപ്പർ കോൺ വൈബ്രേറ്റ്സ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് റീച്ച് ദ വോയിസ് കോയിൽ, സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, വോയിസ് കോയിൽ വൈബ്രേറ്റ്. 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഫസ്റ്റ് വരുന്നത്? കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ആദ്യം എന്ത് വരും? ഇലക്ട്രിക്കൽ സിഗ്നൽസ് റീച്ച് ദ വോയിസ് കോയിൽ. ആദ്യം വരുന്നത് ഇലക്ട്രിക്കൽ സിഗ്നൽസ്, ഒന്നാമത്തെയാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് വോയിസ് കോയിലെത്തും. അത് കഴിഞ്ഞ് എന്തുണ്ടാവും? അതെത്തുമ്പോൾ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. രണ്ടാമത്തത് ഇലക്ട്രിക് സിഗ്നൽസ് വോയിസ് കോയിലെത്തി, വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്തു. ഇനി എന്താണ് ഉണ്ടാവുന്നത്? വോയിസ് കോയിലിനോട് അനുബന്ധിച്ച് കിടക്കുന്ന പാർട്ട് ഏതാണ്? പേപ്പർ കോൺ അഥവാ ഡയഫ്രം എന്ന് പറഞ്ഞ പാർട്ട് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ഇത് വൈബ്രേറ്റ് ചെയ്യും. അവസാനമാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു അറേഞ്ച്മെൻറ്റ് പഠിച്ചിരിക്കണം. ഇത് 2022 മാർച്ചിൽ ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ? നമ്മൾ ഉടനീളം പറഞ്ഞ കാര്യമാണ്. എന്തായിരിക്കും മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എനർജി ട്രാൻസ്ഫോർമേഷൻ? ഇലക്ട്രിക്കൽ എനർജീനെ സൗണ്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൗണ്ട് എനർജി. ഇതും SLC മാർച്ച് 2022 ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കണം. ദ ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിങ് ആൻ ആംപ്ലിഫയർ. നമുക്കറിയാം, മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ സിഗ്നൽസ്, അവിടെ സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ ഇലക്ട്രിക് സിഗ്നൽസ് നമ്മൾ ആംപ്ലിഫയർ വെച്ചിട്ട് സ്ട്രെങ്തൻ ചെയ്യണം. ആൻഡ് സെൻഡ് ത്രൂ ദ വോയിസ് കോയിൽ. ലൗഡ് സ്പീക്കറിലെ അടുത്ത പാർട്ടായ വോയിസ് കോയിലൂടെ നമ്മളത് കടത്തിവിടുന്നു. വോയിസ് കോയിൽ എവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്? വോയിസ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ പടം ആലോചിച്ചറിയാം. വോയിസ് കോയിൽ ഒരു പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഉള്ളിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വോയിസ് കോയിൽ മാഗ്നറ്റിക് കോയിലിൽ സിറ്റുവേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് മുഖേന ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും.
which placed in the magnetic field moves to and fro rapidly in accordance with the electrical pulses. ഇലക്ട്രിക്കൽ പൾസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ദീസ് മൂവ്മെൻറ്റ് മേക്ക് ദ ഡയഫ്രം വൈബ്രേറ്റ്. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്താൽ അടുത്ത പാർട്ടായ ഡയഫ്രം അഥവാ പേപ്പർ കോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ഹെൻസ് ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിരിക്കണം. ഇത് 2021 SSLC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫിഗർ, നെയിം ദ പാർട്ട് എ ആൻഡ് ബി. നമ്മൾ നേരത്തെ പറഞ്ഞു പാർട്ട് ലേബിൾ ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. പിക്ചർ കാണുമ്പോൾ ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല, പക്ഷെ നമ്മളത് കറക്റ്റ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറഞ്ഞത് എന്താണ്? വോയിസ് കോയിലാണ്. ബി എന്ന് പറഞ്ഞത് ഫീൽഡ് മാഗ്നറ്റ് ആണ്. ഇത് 2021 SLC ചോദിച്ച ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫംഗ്ഷൻ ഓഫ് ഡയഫ്രം ഇൻ ദിസ് ഡിവൈസ്. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിലെ ഡയഫ്രത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പഠിച്ചിരിക്കുന്ന വേണം നമ്മളിത്. എ ഡയഫ്രം ഈസ് ദ തിൻ സെമി റിജിഡ് മെമ്പറൈൻ അറ്റാച്ച്ഡ് ടു ദ വോയിസ് കോയിൽ. വോയിസ് കോയിലിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സെമി റിജിഡ് ആയിട്ടുള്ള ഒരു തിൻ മെമ്പറൈൻ. സെമി റിജിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മൂവ് ചെയ്യാൻ പറ്റും, വല്ലാണ്ട് ഫിറ്റായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല, ചെറുതായിട്ട് ഒന്ന് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വോയിസ് കോയിലിലേക്ക് ഡയഫ്രത്തിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. വിച്ച് മൂവ്സ് ഇൻ എ മാഗ്നറ്റിക് ഗ്യാപ്പ്. നമുക്കറിയാം ആ മാഗ്നറ്റിക് ഗ്യാപ്പിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്കറിയാം. ആ മാഗ്നറ്റിക് ഗ്യാപ്പിൽ ഇതിന് മൂവ് ചെയ്യാൻ പറ്റും. വൈബ്രേറ്റിംഗ് ഡയഫ്രം, വോയിസ് കോയിലിൽ നിന്ന് വന്ന വൈബ്രേഷൻ ഡയഫ്രത്തിനെ വൈബ്രേറ്റ് ചെയ്തിട്ട് ആൻഡ് ദ സൗണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് പ്രൊഡ്യൂസിങ് സൗണ്ട്. ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. പഠിച്ചിരിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്.